നമസ്കാരം ആൻഡ് വെൽക്കം ടു ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് കോമഡി മാസ്റ്റേഴ്സ്. വീണ്ടും മറ്റൊരു മനോഹരമായ എപ്പിസോഡുമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. നമ്മുടെ മാസ്റ്റേഴ്സും റെഡിയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. വെൽക്കം നാദിക, പക്രുചേട്ടൻ ആൻഡ് ബാലചേട്ടാ. ഹായ്, എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇന്നത്തെ എന്റെ ടോപ്പിക് എന്ന് പറയുന്നത്, ഞാനിങ്ങനെ മേക്കപ്പ് റൂമിൽ ഇരുന്നിട്ട് എന്റെ പഴയ ഫോട്ടോസ് ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് മേക്കപ്പ് റൂമിൽ തന്നെയാണോ നിങ്ങളൊക്കെ ഇവിടുന്ന് ഇടയ്ക്ക് ബ്രേക്ക് കിട്ടുമ്പോ എങ്ങോട്ടേക്കാ പോവാ? ഞങ്ങളുടെ റൂമിൽ അത് മേക്കപ്പ് റൂമിൽ തന്നെയല്ലേ, ഞങ്ങൾക്ക് വേറെ പല ആവശ്യങ്ങളുണ്ട്. നിങ്ങൾ മനസ്സിലാക്കാത്തൊരു കാര്യം ഉണ്ടാവണം, എന്റെ റൂം തന്നെയാണ് മേക്കപ്പ് റൂം. അതുകൊണ്ട് പറ്റുന്ന ഒരു അവത്താണ്. അപ്പൊ എനിക്ക് ആകെ സംസാരിക്കാൻ പറ്റുന്ന ഒരു കോൺവെർസേഷൻ ഏരിയ എന്ന് പറയുന്നത് അവിടെയാണേ. ഞാൻ ഇന്ന് നോക്കിയപ്പോ എന്റെ കല്യാണ ഫോട്ടോ കണ്ടപ്പോ അന്ന് ഞാൻ ചെയ്ത അബദ്ധങ്ങളൊക്കെ കല്യാണം കഴിച്ചതല്ല, പക്ഷെ കല്യാണം കഴിച്ചപ്പോ ആ സന്ദർഭത്തിൽ ഉണ്ടായിരുന്ന അബദ്ധത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കല്യാണം ഒരിക്കലും എനിക്ക് അബദ്ധമായിട്ട് തോന്നിച്ചില്ല. പക്ഷെ ഞാനാണെങ്കിൽ ഒരു ഇന്റർകാസ്റ്റ് മാരേജ് ആയിരുന്നേ ബാലചേട്ടാ. ഞാനും റോത്ത് ഇന്റർകാസ്റ്റ് മാരേജ് ആയിരുന്നു. അപ്പം ഹിന്ദു വെഡിങ് ആയിരുന്നു അവർ ഓപ്റ്റ് ചെയ്തത് മോർണിംഗ്. അപ്പം എനിക്ക് ടെൻഷനായിരുന്നു, എങ്ങനെയാണ് എന്താണെന്ന് അറിയില്ലാണ്ടേ. പക്ഷെ അവരൊരു കൂൾ സീനാണ്, പൂജാരി തന്നെ എല്ലാം പറഞ്ഞോളൂ, അതുപോലെ ചെയ്താൽ മതി. അപ്പം ഞാൻ റോത്തിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ റോത്ത് പറഞ്ഞു ഞാൻ എന്തൊക്കെ ചെയ്യുന്നോ അതങ്ങ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം അവർ എന്തൊക്കെയോ പറഞ്ഞു. അപ്പോൾ റോത്ത് ഇരുന്നു, ഒരു വെള്ളം തീർത്ഥം അല്ലേ അതല്ലേ പറയാം. അപ്പോൾ റോത്ത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ചെയ്തു. അപ്പോൾ എനിക്കും കിട്ടി, ഞാനും ഒറ്റ എറിഞ്ഞു. പക്ഷേ ഈ എറിഞ്ഞപ്പോൾ എല്ലാവരും ചിരിക്കും. അപ്പോൾ എനിക്ക് എന്താ സംഭവം എന്നുള്ള ആദ്യം പിടികിട്ടുന്നില്ല. ഒന്നാതെ നമ്മുടെ ഈ മറ്റേ സാരി ഉടുത്തിരിക്കുന്നു, അതിൻ്റെ മേളിൽ കൂടെ ബെൽറ്റ് ഇരിക്കുന്നു. അപ്പോൾ ഫുൾ പാക്ഡ് ആയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഈ സംഭവം തന്നു. അപ്പോൾ ഇച്ചിരി ഇങ്ങനെ അഭിനയിച്ചു കാണിക്കുന്നു, ബാക്കി ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് മാത്രം ഇച്ചിരി കൂടിപ്പോയി. ഒഴിച്ചത് ബാക്കിൽ കെട്ടാൻ നിൽക്കുന്ന ചേച്ചിയുടെ സാരിയിലേക്ക്. അതാണെങ്കിൽ മറ്റേ പട്ടുസാരിയൊക്കെ ആയതുകൊണ്ട് വെള്ളം കറക്റ്റ് കാണുമായിരുന്നു. അപ്പോൾ എല്ലാവരും ചിരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഭാഗത്ത് അബദ്ധം പറ്റി. അത് പിന്നീടാണ് ഞാൻ അറിഞ്ഞത് ഇതായിരുന്നു സംഭവം, എല്ലാവരും ചിരിക്കാൻ എന്നുള്ളത്. പക്ഷെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ, ഈ അബദ്ധങ്ങളൊക്കെ ആലോചിക്കുമ്പോഴാണ് നമ്മൾ പിന്നീട് ആലോചിച്ച് ചിരിക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, നിങ്ങളൊക്കെ എന്തോരം ഫംഗ്ഷൻസിന് പങ്കെടുത്തിട്ടുണ്ടോ? ഇപ്പോൾ ബർത്ത്ഡേ പാർട്ടി, റിസപ്ഷൻസ്, കല്യാണം, അങ്ങനെ ഇതുപോലത്തെ രസകരമായ മൊമെന്റ്സ്, അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങളായി സാധിക്കുന്ന എന്തെങ്കിലും അബദ്ധങ്ങളോ, അല്ല നിങ്ങളായി വരുത്തി വെച്ച അബദ്ധങ്ങളോ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആരെങ്കിലും ഇതുപോലത്തെ എന്തെങ്കിലും അബദ്ധങ്ങൾ ഇപ്പൊ പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഓർത്തെടുക്കാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ചിരിച്ച ഒരു മൊമെന്റ് ഉണ്ട്. ഏത് മൊമെന്റ് എന്ന് വെച്ചാൽ, ഞാനൊരു ഫംഗ്ഷൻ പോവാണ്. ഒരു മിനിസ്റ്ററിയാണ് വിളിച്ചിരിക്കുന്നത് തമിഴ്നാട്ടില്. ഫംഗ്ഷനിൽ എന്ന് വെച്ചാൽ താലി എടുത്ത് കൊടുക്കണം, ചെക്കൻ്റെ കയ്യിൽ കൊടുക്കണം. അപ്പൊ ചെക്കൻ ഒന്ന് കെട്ടണം. മിനിസ്റ്റർ താലി എടുത്തിട്ട് മറന്നു പോയിട്ട് പോയി കെട്ടി. ചെക്കൻ്റെ കയ്യിൽ കൊടുക്കുന്ന പകരം പുള്ളി പോയി കെട്ടി. അതിന്റെ വീഡിയോയും യൂട്യൂബിലും ഉണ്ട്. അതിന്റെ ഫ്രണ്ട് റോ ഞാൻ ഉണ്ട്. ഞാൻ എന്ത് ചെയ്തു, എല്ലാവരുടെ ഷാക്കിലിരിക്കുമോ ഞാനിങ്ങനെ കൈകൊത്തി ചിരിച്ചു. എല്ലാവരും എന്നെ തിരിഞ്ഞു നോക്കുക, മിനിസ്റ്ററെ നോക്കുക. ഞാൻ അവിടെ സൈലന്റ് ആയി. ഏജ്ഡ് ആയിട്ടുള്ള ഒരാളാണ്, പുള്ളിക്ക് മറന്നുപോയി താലി കെട്ടി. പെട്ടെന്ന് ആ ഒരു ഇതിലും അല്ലേ അങ്ങ് ചെയ്തു. സൂപ്പർ സൂപ്പർ, കൊള്ളാം. യെസ് പക്രുചേട്ടാ, ആലോചിച്ചെടുക്കുക. ഞാൻ ഇപ്പൊ ഈ ആലോചിച്ചെന്നറിയോ, കല്യാണത്തിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്ത്. കല്യാണം ഓടിച്ചൊന്ന് നോക്കിയപ്പോ എന്തെങ്കിലും ഒരു കാര്യം പറയാനായിട്ടുണ്ടായെന്ന്. അബദ്ധം എന്ന് പറയാൻ പറ്റൂല, പ്ലാനിങ് തെറ്റിയതിന്റെ ഒരു സാധനമുണ്ട്. പ്ലാനിങ് തെറ്റോ? പ്ലാനിങ് തെറ്റി. അതായത് നമ്മളിപ്പോ എന്റെ കല്യാണം പെട്ടെന്നായിരുന്നു, അങ്ങനെ അധികം ആരോടും പറഞ്ഞില്ല. വളരെ വേണ്ടപ്പെട്ട ഇപ്പം നാദിഷിക്ക അങ്ങനെ കുറച്ച് പേരൊക്കെ അറിയുള്ളൂ. ഇന്ന ദിവസം ഇന്ന അടുത്ത് വെച്ച് കല്യാണം, അത് ഒരു ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്നു. അപ്പോൾ എവിടെ വെച്ച് ക്ഷേത്രത്തിൽ നടത്തണം എന്നുള്ളൊരു തീരുമാനം വന്നു. അപ്പോൾ കോട്ടയത്ത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള 3 ക്ഷേത്രത്തിൽ ഫിക്സ് ചെയ്തു. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രസ് മീഡിയ പബ്ലിസിറ്റി വേണ്ട, ഒരുപാട് അങ്ങനെയുള്ള കാര്യങ്ങൾ. കാരണം ഈ കല്യാണം വരുമ്പം നമ്മുടെ അടുത്തുള്ള കുറച്ച് മുതിർന്നവരൊക്കെ ഉപദേശിച്ചു, എടാ ഈ പെൺകുട്ടി ആദ്യമായിട്ട് വരുന്നല്ലേ, അപ്പോൾ ഇത് ഇത്രയും വലിയൊരു സംഭവമാണ്, മഹാസംഭവമാണ്, എല്ലാവർക്കും ഭയങ്കര കൗതുകമുള്ള കാര്യമായിട്ടൊന്നും ഇത് അവതരിപ്പിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് കല്യാണം വളരെ ചുരുക്കി നമ്മുടെ ഫോട്ടോഗ്രാഫർ ഇങ്ങനെയൊക്കെയുള്ളത് വെച്ചിട്ട് എല്ലാ മീഡിയയ്ക്ക് മാത്രം കൊടുത്താൽ മതി, അങ്ങനെയൊക്കെയുള്ള സാധനം. അപ്പോൾ ക്ഷേത്രം നമുക്ക് തീരുമാനിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അവിടെ ആയിരിക്കും. 3 ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അത് കഴിഞ്ഞതിന് ശേഷം കല്യാണത്തിലേക്ക് നമ്മൾ വരികയാണ്. ഞാൻ വന്ന് കോട്ടയം കുമാരനെല്ലൂർ ദേവീക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് കല്യാണം. വണ്ടി കൊണ്ടുവന്ന് അവിടെ നിർത്തിയത് പോയല്ലോ. പിന്നെ നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കെട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ ഹിന്ദു നായർ സമുദായത്തിലെ കല്യാണം അറിയാമല്ലോ, മുഹൂർത്തല്ലേ, പെട്ടെന്ന് ഏറ്റവും പെട്ടെന്ന് തന്നെ തീരും. കൈ കെട്ടുന്നു, 2 റൗണ്ട് അടിക്കുന്നു, പോകുന്നു, ഊണ് കഴിക്കുന്നു, ഡോറൊക്കെ പെക്കേന്ന് അടിച്ച് ഫുൾ ആൾക്കാർ അകത്ത് കയറി ഭക്ഷണം കഴിക്കുന്ന പരിപാടിയുള്ളൂ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ താലി കെട്ടിട്ട് ഞാൻ ഇറങ്ങിപ്പോയി. പക്രുചേട്ടൻ ഇറങ്ങിപ്പോയിരുന്നോ?
ഈ ചുറ്റി പിടിച്ചിട്ട് ഈ നടക്കുന്ന പരിപാടിയൊക്കെ ഇല്ലേ, അതിനുള്ള സ്പേസ് ഒന്നും ഉണ്ടായില്ല. കാരണം എനിക്ക് പെൺകുട്ടിയുടെ കൈക്ക് പിടി നടക്കാൻ അതിനുള്ള സമാധാനം ഒന്നും ഉണ്ടായില്ല. ഫുള്ളി കംപ്ലീറ്റ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇത് കഴിഞ്ഞ് കെട്ടിക്കഴിഞ്ഞതിന് ശേഷം നേരെ വണ്ടിയിൽ പോയി ഞാനിരുന്നു. പെങ്കുച്ച് പയ്യെ ഒന്ന് എൻ്റെ അതുകൊണ്ടല്ല, ആ വട്ടക്കറങ്ങും വേണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ അത് വളരെ വൈഡായിട്ട് അങ്ങനെ അങ്ങ് പോയി. കാരണം എല്ലാം തമിഴ്നാട്ടിലെ പത്രങ്ങളിൽ വരെ വന്നു. അപ്പൊ ഈ അബദ്ധങ്ങൾ കൂടുതലും കല്യാണ മൊമെന്റ്സിലാണെന്നുള്ളതും മനസ്സിലാക്കാൻ പറ്റുന്നു. ഇനി അടുത്ത നമുക്ക് ഇക്കടുത്ത് ചോദിക്കാം. ഇക്ക, അപ്പൊ രണ്ടുപേരും കല്യാണത്തിന്റെ കാര്യം പറഞ്ഞു, ഞാൻ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞു തുടങ്ങി. ഈ അബദ്ധങ്ങളൊക്കെ പറ്റിയിരിക്കുന്ന ഇതിലാണ്. അബദ്ധങ്ങളല്ല, അബദ്ധങ്ങൾ എനിക്ക് ഒരുപാട് അബദ്ധം പറ്റിയിട്ടുണ്ട്. പക്ഷെ എന്നെ കൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. അതൊക്കെ പക്ഷെ സിനിമയുടെ 100ാം ദിവസം ആഘോഷം നടക്കുന്നു. അപ്പൊ എല്ലാവരും ഈ സിനിമയെ കുറിച്ചിട്ട് കുറെ ഗസ്റ്റ് ഉണ്ട്, വേറെ കുറെ സംവിധായകരുണ്ട്. അപ്പോൾ എല്ലാവരും ഫ്രണ്ട്സ് ആയിട്ടുള്ള സംവിധായകരൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനിടയിൽ ഒരു സംവിധായകന് തോന്നി, ഞാൻ എന്തെങ്കിലും ഒന്ന് വെറൈറ്റി ആയിട്ടൊന്ന് പറയണം, ഒന്ന് മാറ്റി പിടിക്കണം. എല്ലാവരും പറഞ്ഞു ഗംഭീര സിനിമ, അസാധ്യ സിനിമ, ഇതുപോലത്തെ ഇത്ര ഒരു നല്ല സിനിമ ഞാൻ കണ്ടിട്ടില്ല, ഗംഭീര മേക്കിംഗ്, ക്യാമറ വർക്ക്, മ്യൂസിക് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും പൊക്കിക്കൊണ്ട് പോകുമ്പോൾ പുള്ളി ഇവിടെ ഇങ്ങനെ ഒന്ന് ആലോചിച്ചു, ഒന്ന് ചേഞ്ച് ഒരു മാറ്റി പിടിച്ചല്ലോ. അങ്ങനെ പുള്ളി കയറിയിട്ട്, ഇദ്ദേഹം ചെയ്ത സിനിമ ഒരു സിനിമയാണോ? സത്യത്തിൽ ഇതൊരു നല്ല സിനിമയല്ല. എന്തെന്നാണ് ഇതിൻ്റെ മ്യൂസിക്, എന്തെന്നാണ് ഇതിൻ്റെ മേക്കിംഗ്, എന്താണ് ഇതിൻ്റെ ക്യാമറ, എന്താണ് ഈ അഭിനേതാക്കൾ കാണിച്ചു വെച്ചേക്കുന്നത്? ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ കറണ്ട് പോയി. കറണ്ട് പോയിട്ട് ശരിക്കും പുള്ളി ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ആണ് പറഞ്ഞത്. പക്ഷെ ഇത് ഇത്രയും പറഞ്ഞു വന്നപ്പോൾ തന്നെ കറണ്ട് പോയിട്ട് അപ്പൊ തന്നെ എല്ലാവരും മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെയൊക്കെയാണ്. പിന്നെ കറണ്ട് വന്നില്ല. കറണ്ട് വരാതായിട്ട് അപ്പോഴേക്കും ഈ മറ്റേ ചെയ്ത ഡയറക്ടർ, മ്യൂസിക് ഡയറക്ടറൊക്കെ ഇയാളെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ആരോട് കറണ്ട് ഇപ്പോൾ ഒരു ഒന്നുമല്ല, നമുക്ക് ഒരു പണിയാ, താഴെ ഹാളിൽ പോയി ഭക്ഷണം കഴിക്കാം എന്ന് പറയാം. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എല്ലാവരും ചെയ്തപ്പോൾ പുള്ളി, അല്ല ഞാൻ ഉദ്ദേശിച്ചത്, താഴൊന്നും പറയണ്ട, അല്ല ഞാൻ ആക്ച്വലി എന്താ ഉദ്ദേശിച്ചതെന്ന് അറിയോ, ഞാൻ പറഞ്ഞത് ഈ മറ്റേ ഒന്നും വേണ്ടോ, തന്നെയൊക്കെ വിളിച്ചത് തെറ്റായി പോയി. അങ്ങനെയൊക്കെ അബദ്ധം പറ്റിയിട്ടുണ്ട്. അത് ആ ആളെയും അറിയാം. എന്തൊക്കെയല്ലേ ശരിക്കും അബദ്ധമല്ല, ആ വ്യക്തിന്റെ ഒരു സംഭവമാണ്. അപ്പൊ എന്തായാലും ഞങ്ങൾ ഷോ തുടങ്ങാൻ പോവാണ്. അതിന് മുമ്പ് ഒരു ചെറിയ ബ്രേക്ക് എടുക്കണം. അപ്പൊ ഇതുപോലെ അബദ്ധങ്ങളൊക്കെ ഞങ്ങൾ ഷെയർ ചെയ്തു. ഞങ്ങൾ ബ്രേക്ക് പോകുന്ന സമയത്ത് അവിടെ നിന്ന് അബദ്ധങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് നിങ്ങൾ ഫാമിലി ടൈം സ്പെൻഡ് ചെയ്തു. അപ്പം സ്റ്റേ ട്യൂൺ. ദിസ് ഈസ് ക്യൂട്ടി ദ ബ്യൂട്ടീസ് ഓഫ് കോമഡി മാസ്റ്റേഴ്സ് ഹാവിംഗ് എ ഷോർട്ട് ബ്രേക്ക്. ഹലോ, ഗുഡ് മോർണിംഗ് സർ. ഞാനിവിടെ KNK ചിട്ടി കമ്പനിയുടെ ഓഫീസിൽ നിന്ന് വിളിക്കുകയാണ്. സാർ ഒരു 2 മിനിറ്റ് എന്നോട് സംസാരിക്കാൻ സമയമുണ്ടാവുമോ? ഓ താങ്ക് യു സാർ. സാറിനോട് ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. സാറിന് ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് 2 ലക്ഷം രൂപയുടെ ഒരു പേഴ്സണൽ ലോൺ അനുവദിച്ചിട്ടുണ്ട്. അല്ല, സാറ് ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ കമ്പനി സാറിന് തരുന്നൊരു ഓഫറാണത്. അയ്യോ ഇല്ല സാറേ, പലിശ 100-ന് 2 രൂപ പലിശയേ ഉള്ളൂ. വളരെ കുറഞ്ഞ പലിശയാണ്. ഉടനെ സാർ മറുപടി പറയണ്ട, ഇന്നോ നാളെയോ പറഞ്ഞാൽ മതി, ഒന്ന് ആലോചിച്ചതിന് ശേഷം. ശരി ശരി, ഓക്കെ സാർ. ഓ ശരി. എന്റെ പൊന്നോ, എന്ത് പറഞ്ഞു? മതിയായി. അയാൾക്കൊന്നും താല്പര്യമില്ലെന്ന്. ഞാൻ അയാൾ എത്ര പ്രാവശ്യമായിട്ട് എന്നറിയോ വിളിക്കുന്നത്. ഇങ്ങനെ പോയി നമ്മുടെ കമ്പനിയുടെ കാര്യത്തിൽ തീരുമാനമാവില്ല. നമുക്ക് വേറെ വല്ല ജോലിക്കും പോണാട്ടോ നല്ലത്. ഓരോരുത്തരുടെ നമ്പർ എന്നിട്ട് പറയും വിളിക്കെന്ന് പറയും. ഈ വിളിക്കണം നമുക്കൊരു മാന്യതയില്ലേ? പിന്നല്ലാണ്ട്. നമസ്കാരം. നമസ്തേ. ശാലിനി. ഞാനാണ്. എക്സ്ക്യൂസ് മീ. പിന്നെ എവിടെ താമസിക്കുന്നത്? ഇവിടെ അടുത്ത് തന്നെയാ, ശാസ്തമംഗലത്ത്. ശരി. ഒരു സെൽഫി ഒന്ന് എടുത്തോട്ടെ. സെൽഫിയാ? എന്തായാലും അല്ല, അത് എന്താ ആവശ്യം? അതെ, വേറൊന്നുമല്ല, ഞാനത് അങ്ങ് ഫിക്സ് ചെയ്യാണ്. എന്ത്? നമ്മുടെ കല്യാണം. നമ്മുടെ കല്യാണോ? അതെ. അയ്യോ, അത് ചേട്ടൻ തന്നെ മാത്രം എങ്ങനെ ഫിക്സ് ചെയ്യുന്നത്? അതെ, എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ്. നമുക്കെല്ലാം കഴിച്ചോട്ടെ, അതിനെന്താ കുഴപ്പം എന്താണ്? അല്ല, എന്റെ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കേട്ടാ. കല്യാണം ആയി എന്ന് പറയുന്നില്ല, നമുക്ക് അതിനങ്ങ് ഒഴിവാക്കിയാ പോരെ. വിളിച്ചു പറഞ്ഞു നമ്മൾ കല്യാണം കഴിക്കാൻ താല്പര്യം, തീർന്നില്ല അവിടെ പ്രശ്നം. അതെങ്ങനെ? അല്ല, അതെങ്ങനെ ഒഴിവാക്കുന്നത്? എന്റെ നിശ്ചയം കഴിഞ്ഞിരിക്കുക. അല്ല, അതിനങ്ങ് ഒഴിവാക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. ഇയാൾ എന്തോ പറഞ്ഞു? ആ പുള്ളിക്കാരത്തിയുടെ കല്യാണം ഏകദേശം ഉറപ്പിച്ചു വെച്ചിരിക്കുവാ.
പിന്നെ ഇയാൾ വന്ന് എന്തിനാ നിർബന്ധിക്കുന്നത്? അല്ല മിസ്റ്റർ, ഞങ്ങളത് പേഴ്സണൽ കേസാണ്. നിങ്ങൾ എന്തിനാണ് ഇതിനകത്ത് ഇടപെടുന്നത്? അല്ല പേഴ്സണൽ കേസ് ഇവിടുത്തെ സ്റ്റാഫ് ആയതുകൊണ്ട് നമുക്ക് ഇടപെടാം. അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. ഞങ്ങളുടെ വ്യക്തിപരമായ കേസ്. പ്ലീസ് അയാളൊന്ന് മാറിയിരിക്കാൻ പറയും. ഞാൻ സംസാരിക്കാൻ അതെ. ചേട്ടന് വേറെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇപ്പൊ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് സാധിച്ചു ഇപ്പൊ തരാം. എന്റെ ജീവിത അഭിലാഷം എന്ന് പറയുന്നത് തന്നെ കല്യാണം കഴിക്കുന്നുള്ളതാണ്. പക്ഷേ ഞാൻ എല്ലാം ഫിക്സ് ചെയ്തിരിക്കാം. ചേട്ടൻ ഞാൻ ചേട്ടനെ ആദ്യമായിട്ടല്ലേ കാണുന്നത്. എടോ അതല്ലടോ, ഞാൻ ഹണിമൂൺ നമ്മളെ കാശ്മീരാണ്. എന്തുവാ ചേട്ടാ ഈ പറയുന്നത്? അപ്പളേ. എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു എനിക്ക് ചേട്ടനെ- ഇരിക്കടോ താൻ അവിടെ ഇരിക്ക്. അല്ല, കയ്യിലൊക്കെ എന്തിനാ പിടിക്കുന്നത്? ഇരുന്ന് നമ്മുടെ കല്യാണം നമുക്ക് അങ്ങ് ഫിക്സ് ചെയ്യണം. അത് അത് നമുക്ക് ചേട്ടനെ ഒറ്റയ്ക്ക് ഫിക്സ് ചെയ്തതിൽ എങ്ങനെ ശരിയാകും? എനിക്ക് ഇഷ്ടപ്പെടേണ്ട ചേട്ടനെ. എനിക്ക് ചേട്ടനെ ഇഷ്ടമല്ലല്ലോ. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു എനിക്ക് താല്പര്യമില്ല എന്ന്. എടോ ഹണിമൂണും നമ്മള് കാശ്മീരിൽ ഹണിമൂണാണെങ്കിൽ ചേട്ടൻ വേറെ വല്ലവരെ ആലോചിച്ചിട്ട് കല്യാണം കഴിച്ചിട്ട് അവരെയും കൊണ്ട് പോകണം. അല്ലാതെ എന്റെ അടുത്തോട്ടാണ് ചേട്ടൻ വരുന്നത്. എന്തിനാണ് ചൂടാ? നിങ്ങൾ എഴുന്നേറ്റ് എടോ ഇയാള് കുറെ നേരമായിട്ടില്ല, ഇയാൾക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞല്ലേ, ഇയാൾ പിന്നെ എന്തിനാ? നിന്നോട് സംസാരിച്ചോ ഞാൻ? ഇല്ല എന്നാലും നമ്മൾ ഇടപെടില്ല കാര്യം. കസ്റ്റമർ ആണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ പിടിച്ചിരുത്തിയത്. പക്ഷെ പുള്ളി പറയേണ്ടത് പുള്ളിക്ക് ഇപ്പൊ എന്നെ കല്യാണം കഴിക്കണമെന്ന്. അതെങ്ങനെ ശരിയാവും? അല്ലാതെ കുഴപ്പമില്ല. എന്താണ്? അല്ല, അത് ശരിയാവില്ല. അത് എനിക്ക് ഇഷ്ടപ്പെട്ടല്ലോ. എനിക്ക് നടക്കത്തില്ലല്ലേ? എനിക്ക് താല്പര്യമുണ്ടല്ലോ. അത് അങ്ങനെ പറഞ്ഞു അത് എന്റെ താല്പര്യത്തിന് പറ്റില്ല. ഈ കുട്ടിയുടെ കല്യാണം ഉറപ്പിച്ച് വെച്ചിരിക്കുക. പിന്നെ എങ്ങനെ ശരിയാവും? എന്റെ താല്പര്യമാണ്. എനിക്ക് താല്പര്യമുണ്ട്. അതോ കുട്ടിക്ക് താല്പര്യമില്ലെങ്കിൽ എങ്ങനെ ശരിയാവും? എനിക്ക് താല്പര്യമുണ്ട്. എനിക്ക് ഇത് കണ്ട് എത്ര സമയം നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങിയിട്ട്? ഇത് നടക്കുന്ന കാര്യമില്ല. ഇത് പറ്റത്തില്ല. തനിക്ക് താല്പര്യമില്ല. തനിക്ക് താല്പര്യമില്ല. ഇതുപോലെയാണ് നിങ്ങൾ എന്നെ ഫോൺ വിളിച്ച് ലോൺ വേണോ ചോദിക്കുമ്പോഴേ എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നത്. എത്ര പ്രാവശ്യം നിങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാലും പിന്നെ വിളിക്കും. സാറേ ലോൺ വേണോ, തേങ്ങ വേണോ? ഇപ്പൊ മനസ്സിലായ എന്റെ ബുദ്ധിമുട്ട്. നിങ്ങൾ ഏതെങ്കിലും പാവപ്പെട്ടനെ വിളിച്ച് ലോൺ കൊടുക്കുവോ? നടക്കുന്നു. അപ്പൊ ശരി, ഓക്കെ ഓക്കെ. എന്റെ പൊന്ന് സാറേ, എന്നെ കൊണ്ട് ഇനി പറ്റൂല കേട്ടാ. ഒരു ദിവസം ആകുമ്പോഴത്തേക്ക് ഒരു 10-20 ഫോൺ നമ്പർ എന്നിട്ട് പറയും വിളിക്കെന്ന് പറയും. ഞങ്ങൾ ഇരുന്ന് വിളിക്കും. എന്നിട്ടാണ് ഇങ്ങനെയുള്ളവന്മാരുടെ വായിരിക്കുന്നത് കേൾക്കുന്നത്. എനിക്കിനി പറ്റൂല. ഞാൻ വേറെ വല്ല പഠിക്കും പൊക്കോളാം. ശാലിനിക്ക് ശമ്പളം തരണോ? ശമ്പളം തരണമെങ്കിൽ പറഞ്ഞ ജോലികൾ ചെയ്തേ പറ്റുള്ളൂ. അവിടെയാണല്ലോ ഞങ്ങൾ ഇങ്ങനെ നിന്ന് പോകുന്നത്. ഇങ്ങനെ ചെയ്യണം, എന്നാലേ ഉള്ളൂ. എന്നും വിളിച്ചോളാം. ഞാൻ തരുന്ന നമ്പറിലെല്ലാം വിളിച്ചോളാം. ലോൺ വേണോ ഒന്ന് ചോദിച്ചോണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ ശമ്പളം തരൂ. തനിക്കിവിടെ എന്നാ പണി? എനിക്ക് ഈ ഫയലൊക്കെ നോക്കുക, പിന്നെ കമ്പ്യൂട്ടറിൽ ചുമ്മാ കമ്പ്യൂട്ടറെ തപ്പിക്കൊണ്ടിരിക്കുക, ഫയൽ നോക്കാം. ഇത് ഈ പരിപാടി മാത്രം പോരാ. ഇവിടെ നമ്മൾ ആ ബാങ്കിലെ ലോക്കർ മേടിച്ച് വെച്ചിട്ടില്ലേ, നമ്മുടെ ലോക്കറിനകത്ത് കുറച്ച് സ്വർണം പണയം മേടിച്ച് വെച്ചിട്ടില്ലേ, അത് ഇടയ്ക്ക് പോയി എടുത്ത് ആ കല്ലിൽ ഇങ്ങനെ ഉറച്ചോണ്ടിരിക്കണം. ഈ കല്ലിൽ ഉറച്ചോണ്ടിരിക്കണം കേട്ടോ. എന്റെ സാറേ, ലോക്കറിൽ ഇരിക്കുന്ന എല്ലാ സ്വർണ്ണം തന്നെ ഞാൻ ഉരച്ചു നോക്കിയതല്ലേ. പിന്നെ എന്താ പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഉരച്ചു നോക്കണം? ഇടയ്ക്കിടയ്ക്ക് പോയി ഇത് ഉറച്ചോണ്ടിരിക്കണം. അപ്പോഴാണ് ഈ കല്ലിലോട്ട് ആ സ്വർണം പറ്റി പിടിക്കുള്ളൂ. ഇതാണ് നിന്റെയൊക്കെ ശമ്പളം. പറഞ്ഞ മനസ്സിലായോ? ശമ്പളം വേണോ? ശമ്പളം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചെയ്യണം. കോൾ വിളിക്കണം, ഉറച്ചോണ്ടിരിക്കണം. കഷ്ടമാന്നു. പൊന്നോ, എന്തൊരു രാവിലെ തൊട്ട് ഇതിന്റെ അകത്ത് കേറി കഴിഞ്ഞാൽ പിന്നെ തലവേദനയാണ്. ആ നളിനാശൻ എന്താ, എനിക്കൊരു ചായ വേണമായിരുന്നു. പോസ്റ്റ് ഇടാൻ വേണ്ടി പോയതല്ലേ? അയാൾ ഇതുവരെ വന്നില്ലേ? എന്നിട്ട് എന്തൊക്കെ ദുരന്തങ്ങളാണ് വരുന്നത്. ഇത് എവിടെ പോയി കിടക്കുവായിരുന്നു ഇത്ര സമയം? എവിടെ പോയിരിക്കായിരുന്നെന്ന്? പോസ്റ്റ് ഇടാൻ. ഇത് പോസ്റ്റ് ചെയ്തില്ലേ? ഇല്ല. എന്തുവാണ് നല്ല, ഇത് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമായിരുന്നു. അല്ലെ തന്നെ മുതലാളി പറഞ്ഞുകൊണ്ടിരിക്കാൻ നിന്നെ കൊണ്ട് എപ്പോഴും ശല്യമാണ്, കമ്പനിക്ക് എപ്പോഴും നഷ്ടമാണെന്ന്. വമ്പൻ നഷ്ടമാണ്. എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ കാണിച്ചു വെക്കുന്നത്. പെട്ടെന്ന് പോയി പോസ്റ്റ് ചെയ്തിട്ട് വാ. പോസ്റ്റ് ചെയ്യണം. എനിക്ക് ഇത്തിരി പൈസ വേണം. എന്തിനാ പൈസ? ഞാൻ ബൈക്കും തന്നല്ലേ വിട്ടത്. ഞാൻ കമ്പനിക്ക് ലാഭം ഉണ്ടാക്കാൻ നോക്കിയതാ. എന്ത്? എന്നുവെച്ചാൽ ഇവിടുന്ന് ബൈക്ക് എടുത്തിട്ട് താഴോട്ട് ഇറക്കുമല്ലേ 3 കിലോമീറ്റർ. ഞാനത് ന്യൂട്രലാ പോയെ. അപ്പൊ ന്യൂട്രൽ 3 കിലോമീറ്റർ കഴിഞ്ഞ് ബൈക്ക് നിർത്തിയപ്പോഴാ ഒരു കാര്യം ഓർത്തത്. ഞാൻ ബൈക്കിന്റെ കീ എടുക്കാൻ മറന്നുപോയി. ഞാൻ ഇവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് തിരിച്ചു വന്ന അതിന്റെ ഓട്ടോ കൂലി കൊടുക്കണം. എന്ത്, ഞാൻ തന്നെ അങ്ങ് പോയാ മതി. ഓട്ടോ കാശ് എടുത്ത് കൊടുക്ക് വേണം. കൂടി പോയാൽ 50 രൂപയല്ലേ, അതുകൊണ്ട് കൊടുക്ക്. അയ്യോ 50 രൂപയല്ല, 500 രൂപ വേണം. 500 രൂപ? എന്ത് കാര്യത്തിന്? ഇവിടുത്തെ 3 കിലോമീറ്റർ അപ്പുറമല്ലേ പോയത്? 500 രൂപ? ഞാൻ തിരിച്ച് ഗുഡ്സ് ഓട്ടോയിലാ വന്ന. ബൈക്ക് കയറ്റി വെക്കണ്ടേ? 2 ലോഡിങ്ങാരെ വിളിച്ച് ബൈക്ക് എടുത്ത് ഓട്ടോയ്ക്കകത്ത് കയറ്റിട്ട് ആ ഓട്ടോയിലാ ഇങ്ങോട്ട് വന്നേ. ആ ലോഡിങ്ങാർക്ക് പൈസ കൊടുക്കണം, ഓട്ടോയ്ക്കും കൊടുക്കണം. എന്റെ പൊന്നോ, എന്റെ നളിനാക്ഷ, ഒരു ഓട്ടോ പിടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടുന്ന് ആ ബൈക്കിന്റെ ചാവി എടുത്തിട്ട് പോയിട്ട് ആ ബൈക്കിൽ തിരിച്ചു വന്നാ പോരായിരുന്നോ? എന്തൊരു ബുദ്ധിയാ, അത് മതിയായിരുന്നല്ലേ. യഥാർത്ഥത്തിൽ നിനക്ക് ബുദ്ധി ഇല്ലാത്തതാണോ അതോ അങ്ങനെ അഭിനയിക്കുകയാണോ? അമ്മയാണോ? ഞാൻ അഭിനയിക്കുന്നില്ല. ഈ 500 രൂപയുടെ കേസില്ലേ, എന്താന്ന് വെച്ചാ സാറ് വരുമ്പോഴത്തേക്ക് അങ്ങോട്ട് പറഞ്ഞേക്ക്. പറയാൻ നിക്കണ്ട. വേണോ? കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത റീലുണ്ടല്ലോ, അത് വൈറലായി. കേറി കൊളുത്തിയിട്ടുണ്ട്, കണ്ടോ? പൂത്തുമ്പി കുരുളമമ്മി. അയ്യോ, നന്നായിട്ടുണ്ടല്ലോ. പിന്നെ അടിപൊളി. 300K കേറിയേക്കണത്. ഓഫീസ് ടൈമില് 2 പേരും 300K റീൽസ് കൊള്ളാം. ഇതിനാണല്ലോ
ഞാൻ നിങ്ങൾക്ക് ശമ്പളം തരുന്നല്ലേ? ആത്മാർത്ഥത എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടോ? അയ്യോ, ഇത്രയും നേരം ഞങ്ങൾ വർക്ക് ചെയ്യായിരുന്നു വർക്ക് ചെയ്യുന്ന ഞാനിത് കണ്ടോണ്ടാണ് വന്നത്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, ഇനി മുതൽ എന്റെ ഓഫീസിൽ ഓഫീസ് ടൈമിൽ നിങ്ങൾ ഫോൺ നോക്കുന്നില്ല. 5 മണി കഴിയാതെ ഫോൺ എടുത്താ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ സ്വഭാവം അയ്യോ, പറഞ്ഞേക്കാം. സാറേ ഫോൺ ഇനി എടുക്കാതിരുന്നോളാം സാറേ. എടുത്തു വെച്ചോ, എന്റെ എടുത്തു വെച്ചോ, ഫോൺ എടുത്തു വെച്ചേ, ഓഫ് ചെയ്ത് വെച്ചേര് കേട്ടോ. മേലിൽ രണ്ടുപേരോടും കൂടെ പറ, 5 മണി കഴിയാതെ എന്റെ ഓഫീസിൽ ഫോൺ എടുക്കാൻ പാടില്ല. ആഹാ, ഇത് എന്തൊരു കഷ്ടമാണല്ലേ. ആകെ ഒരു സമാധാനം എന്ന് പറഞ്ഞ ഇടക്കിടക്ക് ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ ഒന്ന് കയറുമ്പോഴേ അതന്നെ. അതും കൂടെ തൊലച്ച് ഇനി എന്ത് ചെയ്യും ദൈവമേ. നല്ലൊരു നേരം പോക്കുണ്ടല്ലോ ഇവിടെ. ആ, അതെ പ്രവീണേ, എന്തോ? നമുക്ക് ഈ നല്ലാശനെ ഇങ്ങനെ വിട്ടാ മതിയോ? അതെ. ഒരു കല്യാണമൊക്കെ കഴിപ്പിക്കണ്ടേ? ശരിയാ ശരി, ഒരു കല്യാണമൊക്കെ കഴിപ്പിക്കണം. കഴിക്കണം. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് 2-3 പെൺപിള്ളേരൊക്കെ ഉണ്ട്. നല്ലാശന് പറ്റുന്നതാണോന്ന് ഞാനൊന്ന് നോക്കട്ടെ. പിന്നെ എന്താ ഇത്ര നാളും കല്യാണം കഴിക്കാതിരുന്നത്? അതായത് ഈ 1-2 അടുത്തൊക്കെ പോയതാ ഈ പിയൂണാണെന്നൊക്കെ പറയാൻ ഒരു ചെറിയ ചമ്മല്. അപ്പൊ എന്തെങ്കിലുമൊക്കെ നിങ്ങളെ പോലെ ഈ കസേരയിൽ ഇരുന്ന് ഒരു ഓഫീസറായിട്ടൊക്കെ ഇരുന്ന് കഴിയുമ്പോ കല്യാണം കഴിക്കാന്നാണ് എന്റെ തീരുമാനം. ഓഫീസർ ആവാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അതെ അതെ അതെ. അതിന് ഇങ്ങനത്തെ സ്വഭാവം വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നല്ല ഇതുപോലെ മണ്ടത്തരങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഓഫീസറായിട്ട് ഇരുത്തുവോ? ഇല്ലല്ലോ. നല്ല അതിന് പേരെടുക്കണം. മനസ്സിലായ? ഇപ്പൊ തന്നെ ഇന്നത്തെ സംഭവം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വെറും 50 രൂപയ്ക്ക് തീരേണ്ടത് 500 രൂപയിൽ കൊണ്ടെത്തിച്ചില്ലേ? കമ്പനിക്ക് നഷ്ടമല്ലേ? നഷ്ടമല്ലേ? ഇങ്ങനെ മണ്ടത്തരം കാണിച്ചോണ്ടിരുന്ന ഏത് ഓഫീസിലാണ് ഇങ്ങനെ നിർത്തുന്നത്? പ്യൂണായിട്ട് തന്നെ ജീവിതം തീരത്തേ ഉള്ളു. പെണ്ണ് കിട്ടാനും പറ്റത്തില്ല. പെണ്ണ് കിട്ടാനും പറ്റത്തില്ല. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടത്? നമ്മുടെ സാറിനെ ഇംപ്രസ് ചെയ്യണം. എന്നുവെച്ചാ സാറിന്റെ മുമ്പിൽ നന്നായിട്ട് പെരുമാറണം, എല്ലാ ഉത്തരവാദിത്തോടും ചെയ്യാൻ പറ്റണം. ഇപ്പൊ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാ, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു, പ്രവീൺ ഒറ്റയ്ക്കേ ഉള്ളു. ഇപ്പൊ സാറ് വന്നിട്ട് പറയുമ്പോ, ഓ നിങ്ങൾ ഒറ്റയ്ക്കേ ഉള്ള, അന്ന് ഞാൻ പോയിക്കോട്ടെ, നിങ്ങൾ കൈകാര്യം ചെയ്തോ എന്ന് പറയും. കാരണം എന്താ, ഞങ്ങളിൽ സാറിന് നല്ല വിശ്വാസമുണ്ട്. പക്ഷെ നല്ലാശനെ ഏൽപ്പിക്കോ? ഇല്ല. കാരണം എന്താ, മണ്ടത്തരം അല്ലേ? അപ്പൊ അങ്ങനെ എല്ലാം നല്ല ഉത്തരവാദിത്തോടുകൂടി ചെയ്യുമെന്ന് പറഞ്ഞ് സാറിന് നന്നായിട്ടൊന്ന് ഇംപ്രസ് ചെയ്യണം. നന്നായിട്ടൊരു ഇത് വേണം. ഇപ്പത്തെ ഒരു ദിവസം ഒന്നും കൈകാര്യം ഒന്നും ചെയ്യണ്ട. പതുക്കെ പഠിച്ചു വന്നാ മതി. ഞങ്ങളിപ്പോ പോയിട്ട് ഒരു ചായ കുടിച്ചിട്ട് വരാം. ഒരു 1/2 മണിക്കൂർ. ആ ഒരു 1/2 മണിക്കൂർ നല്ലാശിന് ഈ ഓഫീസ് ഒന്ന് നോക്കാൻ പറ്റുമോ? നോക്കാം. പിന്നെ പറ്റും. നല്ല കോൺഫിഡൻസ് പറ, കെട്ടണ്ടേ നമുക്ക്? പറ്റും. ഓക്കെ, പറ്റും. അപ്പൊ ഞങ്ങളൊരു ചായ കുടിച്ചിട്ട് വരാം. അത്രയും സമയം ഒരു 1/2 മണിക്കൂർ ഈ ഓഫീസ് ഒന്ന് നോക്കി റെഡിയാക്ക് കേട്ടാ അല്ലേ? പോരാട്ടാ, ഓടി വരാവേ. ഇപ്പൊ മുതലാളിയെ ഇംപ്രസ് ചെയ്യിക്കാൻ ഇപ്പൊ എന്താ ചെയ്യാ? വരും. ഹലോ മാനേജറാണോ? മാനേജറാണോ? മാനേജറില്ല, പിയൂണാ. എന്നെ മനസ്സിലായോ? ഇല്ല. ഞാൻ നിങ്ങളെ മുതലാളിയാണോ? അയ്യോ, എനിക്ക് സൗണ്ട് കേട്ടിട്ട് മനസ്സിലായില്ല. മുതലാളി എന്താ മുതലാളി? മാനേജർ എവിടെ? മാനേജറെ അത് പുറത്തു പോയിരിക്കുക. പുറത്തു പോയോ? ആ, അയാൾ ഫോൺ എടുത്തിട്ടില്ലേ? ഫോൺ എടുത്തിട്ടില്ല. അത് ഇവിടെ 5 മണി വരെ ഫോൺ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞ് പൂട്ടി വെച്ചിരിക്കുവല്ലേ. എത്രയും പെട്ടെന്ന് പോയി മാനേജറെ വിളിച്ചോണ്ട് വാ. മാനേജർ വന്നാലേ എന്റെ കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞ് ഏൽപ്പിക്കാൻ വേണ്ടിയായിരുന്നു. അയ്യോ, എന്താ മുതലാളി, കാര്യം പറ. അത് നിന്റെ കൈ നിൽക്കത്തില്ലടാ. നീ പോയി മാനേജറെ വിളിച്ചോണ്ട് വാ. അല്ല മുതലാളി, അവര് വരാൻ ഇനി കുറച്ച് സമയം എടുക്കും. മുതലാളി എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ എന്നെ കൊണ്ടാവണാണ് ഞാൻ ചെയ്യാം മുതലാളി. ആണോ? എനിക്ക് നമ്മുടെ ഓഫീസിലേക്ക് ഇൻകം ടാക്സ് റെയ്ഡ് വരാൻ സാധ്യതയുണ്ടെന്ന് എനിക്കൊരു ഇൻഫർമേഷൻ ഉണ്ട്. കൺഗ്രാചുലേഷൻ. നമ്മുടെ ഓഫീസ് അങ്ങ് വളർന്നു വന്നിരിക്കും അല്ലേ? എടാ മരക്കഴുതേ, അതല്ലടാ ഇൻകം ടാക്സ് റെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സംഭവം നമ്മുടെ കണക്കിൽ പെടാത്ത കുറെ പണത്തിന്റെ ഒക്കെ ഫയലുകളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അത് അന്വേഷിച്ച് പോലീസിൽ നിന്ന് ആൾ വരും. അവരങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ജയിലിലായി പോകും. ജയിലിൽ പുറത്തു വരില്ല. അയ്യോ, അതിനിപ്പോ എന്ത് ചെയ്യാം? അതിനാണ് ഞാൻ പറഞ്ഞ നീ പോയി മാനേജറെ വിളിച്ചോണ്ട് വരാൻ. അല്ല, എന്നെ കൊണ്ടാവണേ ഞാൻ ചെയ്യാം മുതലാളി, പറഞ്ഞോ. അതെ, നമ്മള് അവിടെ ആ ഒരു മേശപ്പുറത്ത് ഒരു നീല ഫയലുണ്ടാ നോക്കി. അതിനകത്താണ് മറ്റേ ആ ഫയലുകളെല്ലാം ഇരിക്കുന്നത്. ആ, ഉണ്ട്. നീല ഉണ്ടല്ലോ, അതെടുക്ക്. ഹോൾഡ് ചെയ്യ്. പെട്ടെന്ന് എടുക്ക്. എടുത്ത് പറഞ്ഞോ. അതിനകത്തെ കുറെ ഫയലുകളുണ്ടോ? കുറെ കണക്കുകളൊക്കെ എഴുതിയ ഫയലുണ്ടോ? ആ, ഉണ്ട്. രക്ഷപ്പെട്ടു, ഭാഗ്യം. അതെല്ലാം വലിച്ചെടുക്കണം. കീറി കളഞ്ഞ. ശരി. പിന്നെ എന്നിട്ട് ഇനിയിപ്പോ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് കമ്പ്യൂട്ടർ ഇരിപ്പില്ലേ? കമ്പ്യൂട്ടർ ഉണ്ട്. കമ്പ്യൂട്ടർ ഓണാണോ നോക്കിയേ? അയ്യോ, കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യാം. ഒരാളെ ഒന്ന് ഹോൾഡ് ചെയ്യ്. പെട്ടെന്ന് ആവട്ടടാ. മുതലാളി ഓപ്പൺ ചെയ്യാൻ പോവാ കേട്ടോ. പെട്ടെന്നാവട്ടെ. ഹലോ,
ആ ഇത്തിരി തുറന്നു വരുന്നുണ്ട്. ആണോ? ആ എന്നാ അതിനകത്ത് കുറച്ച് ഫയൽ കാണും. അത് കുറച്ച് ഡാറ്റാസ് ഒക്കെ ഉണ്ട്. അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേരെ. എന്ന് വെച്ചാ ഇത് ഡിലീറ്റ് ചെയ്ത് കളയണം. അതല്ല എന്ത് കാണിക്കാ? മിണ്ടല്ലേ. എന്തുവാ ആ അപ്പൊ ഈ ഡിലേറ്റ് എന്ന് വെച്ചാ എന്തുവാ? ഡിലീറ്റ് എന്ന് വെച്ചാൽ ഞാൻ നശിപ്പിക്കാന്ന്. നശിപ്പിക്കുക അത്ര ഉള്ളായിരുന്നോ? എന്റെ ദൈവമേ. ആ മുതലാളി ഓടി ഓടി അയ്യോ, ഇതെന്തൊക്കെ പൊട്ടത്തരവാ കാണിക്കുന്നത്? മിണ്ടല്ലേ മുതലാളി മുതലാളി. ആ ഹലോ. ആ മുതലാളി എല്ലാം നശിപ്പിച്ച് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞല്ലോ. ആ എല്ലാം എനിക്ക് സന്തോഷമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത്. നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോയനെ. ഇനി ആരെങ്കിലും ഓഫീസിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ വന്നിട്ട് എന്താണ് ഇവിടെ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഖം മൂടിയിട്ട് രണ്ടുപേരും വന്ന് എല്ലാം തല്ലി പൊട്ടിച്ചെന്നങ്ങ് പറഞ്ഞാൽ മതി. ഓ ഏറ്റു വരുമ്പോ ചെലവുണ്ട് കേട്ടോ എന്റെ വക. മുതലാളി ചെലവൊന്നും വേണ്ട. പിന്നെ ഞാൻ ഇത്രയും മുതലാളിയെ ഇംപ്രസ് ചെയ്യിച്ചില്ലേ, എനിക്ക് എന്തെങ്കിലും ഒരു പ്രമോഷൻ. ഇപ്പോഴും ചായയൊക്കെ മേടിച്ച് ഇവിടെ നിൽക്കുക. എനിക്ക് എന്തെങ്കിലും ഒരു പ്രമോഷൻ. അത്രേ ഉള്ളോ? നീയാണ് എന്റെ ജീവൻ രക്ഷിച്ചത്. എന്നെ ജയിലിൽ വിടാതിരുന്നത് നീയാണ്. നിനക്ക് ഞാൻ പ്രത്യുപകാരം ചെയ്തിരിക്കും. ഇന്നു മുതൽ നീയാണ് ഈ തുണിക്കടയിലെ അക്കൗണ്ടന്റ്. തുണിക്കടയിലെ അക്കൗണ്ടന്റ് നീയാണടാ. മുതലാളിക്ക് ഇനി വേറെ തുണിക്കട ഉണ്ടോ? ഇത് മുതലാളിയുടെ ചിട്ടി കമ്പനി അല്ലേ? ചിട്ടി കമ്പനിയാ? ആ എനിക്ക് ഏത് ചിട്ടി കമ്പനി? മുതലാളിയുടെ KNK ചിട്ടി കമ്പനി. ഞാൻ ഇവിടുത്തെ പിയുടെ നൽകാട്ടനാ മുതലാളി. ആ മനസ്സിലായില്ലേ? സോറി, റോങ് നമ്പർ. ഹലോ ഈ റോങ് നമ്പർ എന്ന് വെച്ചാ എന്താ? അത് മാറി വിളിക്കുന്ന നമ്പർ. അയ്യോ ഇതെന്താ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഇതന്നെ കിടക്കുന്നേ. അയ്യോ എന്റെ കമ്പ്യൂട്ടർ നശിപ്പിച്ചു. അയ്യോ സത്യമായിട്ട് ഞങ്ങൾക്കൊന്നും അറിയില്ല. ഞങ്ങൾ ചായ കുടിച്ചിട്ട് വരുമ്പോഴത്തേക്ക് നല്ലാശൻ ഇതൊക്കെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. എന്റെ ദൈവമേ, നിങ്ങൾ എന്നെ കാണിച്ചു വെച്ചിരിക്കുന്നത് നല്ലാശ എന്ത് വൃത്തികളെ ഇവനെ കാണിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയാലോ. ഇവിടെ ഞാൻ ലോൺ കൊടുത്തിരിക്കുന്നത്, സ്വർണം പണയം വെച്ചിരിക്കുന്നതിന്റെ സകലമായ ഡീറ്റെയിലും ആണല്ലോടാ നീ നശിപ്പിച്ചു വെച്ചിരിക്കുന്നത്. നീ എന്നതാണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? മുതലാളി അത് ചെറിയൊരു അബദ്ധം. എന്ത്? ഒരാള് നമ്പര് മാറി വിളിച്ചതാ. പ്രേക്ഷകരെ, നമ്മൾ ഇനി കാണാൻ പോകുന്നത് താര വിളയാട്ടമാണ്. ഇന്ന് താര വിളയാട്ടത്തിൽ പെർഫോം ചെയ്യാൻ എത്തുന്നത് നവനീത് ഹരീഷ്. മാസ്റ്റേഴ്സ് പ്രസന്റിംഗ് ബിഫോർ യു നവനീത് ഹരീഷ്. കറക്റ്റല്ലേ പറഞ്ഞത്? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നേ? ഞാൻ +1. അടിപൊളി. അപ്പൊ ഇന്ന് എന്തോ ഗംഭീര സംഭവമാണ് പെർഫോം ചെയ്യാൻ എത്തിയെന്ന് എനിക്ക് മനസ്സിലായി. എന്താ പെർഫോമൻസിന്റെ പേര്? ഞാൻ ചെയ്യാൻ പോകുന്നത് കൺടോർഷൻ ആണ്, യോഗ ഡാൻസ് എന്ന് പറയും. യോഗ ഡാൻസ്. ഓക്കെ, കൊള്ളാം. അപ്പൊ അതെന്താന്നുള്ളത് നമുക്കൊന്ന് കാണാം. ഞാനും അവിടെ ഒന്ന് ഒബ്സർവ് ചെയ്യട്ടെ എന്താന്നുള്ളത് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ. They say, oh my God, I see the way you shine. Take your hand, my dear, and place them both in mine. You know you stopped me dead while I was passing by. And now I beg to see you dance just one more time. Ooh, I see you every time. And oh my, I like your style. You make me wanna cry. And now I beg to see you dance one more time. So I say, dance for me, dance for me, dance for me, oh, oh. I never seen anybody do the things you do before. They say, move for me, move for me, move for me, eh, eh. And when you're done, I'll make you do it all again. I said, oh my God, I see you walking by. Take my hands, my dear, and look me in my eyes. Just like a monkey,
before. They say, move for me, move for me, move for me, hey. And when you're done, I'm back you to be that again. They say, dance for me, dance for me, dance for me, oh, 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 oh. I've never seen anybody do the things you do before. They say, move for me, move for me, move for me, hey. And when you're done, I'll make you to be that again. നവനീതേ, രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടെല്ലാം റബ്ബർ പാലാണോ കുടിക്കുന്നത്? അല്ല. അടിപൊളിയായിരുന്നു. കോൺജൂറിങ് മൂവിയൊക്കെ മലയാളത്തിൽ വന്ന എങ്ങനെ ഇരിക്കും എന്നുള്ളത് മനസ്സിലായി എന്ന് പറയുന്ന പോലെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു ബ്രില്യൻ പെർഫോമൻസിനെ പറ്റി നമുക്ക് നമ്മുടെ മാസ്റ്റേഴ്സിനോട് ചോദിക്കാം. ഓക്കെ, യെസ് ഇക്ക. മോനെ ഒന്നും പറയാനില്ല. എന്തെന്നാ കാണിച്ചത് നീ? വളഞ്ഞു കുത്തി. എൻ്റെ ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, എല്ലില്ലാത്ത മനുഷ്യൻ ആദ്യമായിട്ട് കാണുന്നതാണ് എല്ലില്ലാത്ത ഒരാള്. നിങ്ങളോടൊക്കെ തോന്നുന്നത് എന്താ പറയുക, ഒരു ഈ ഫ്ലെക്സിബിലിറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് ശരീരം കൊണ്ട് എന്ത് വേണമെങ്കിലും. ഇപ്പോൾ സിനിമയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള ഫ്ലെക്സിബിലിറ്റി ആവശ്യം. ശരിക്കും ഡാൻസ് ചെയ്യാനും ഫൈറ്റ് ചെയ്യാനൊക്കെ അല്ലേ, എവിടെ എങ്ങനെ വേണമെങ്കിലും എടുത്ത് എറിഞ്ഞു കഴിഞ്ഞാണെങ്കിൽ റബ്ബർ പന്ത് പോലെ എവിടെ വേണമെങ്കിലും അടിച്ചു മതിലിലൊക്കെ ഇങ്ങനെ കയറാൻ പറ്റുമോ? ഓ ആണോ? ഇതൊക്കെ എന്ത്? ആ, ഇത് ശരിക്ക് ഭയങ്കര അസൂയ തോന്നുന്ന, അതായത് നമുക്കൊരു ശരീരം കൊണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കാണുമ്പോഴേ ഇതൊക്കെ മനുഷ്യന് തന്നെ ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലോ എന്ന് നമ്മൾ അത്ഭുതപ്പെടുന്ന കാര്യങ്ങളാണ്. കലക്കിട്ട ഇത് ഈ ഫ്ലെക്സിബിലിറ്റി കളയരുത് കേട്ടോ. എത്ര വർഷം കഴിഞ്ഞാൽ ഇങ്ങനെയാണെങ്കിൽ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. പ്ലസ് 1 അല്ലേ പഠിക്കണം അല്ലേ? വേറെ ആര് പറഞ്ഞാലും ഒരു കൂട്ടുകെട്ടിലും പോയരുത്, ഒരു സംഭവത്തിലും പോയരുത്. ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇതൊക്കെ ഭയങ്കര ഗോഡ് ഗിഫ്റ്റാണ്. ഇതിങ്ങനെയൊക്കെ ആക്കി കിട്ടാൻ വലിയ പണിയാണ്. ഇത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നതാണ് മോൻ്റെ ഇനിയുള്ള പ്രായത്തിൽ ഏറ്റവും മോൻ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ ചേട്ടാ. നവനീത് സൂപ്പറായിരുന്നു. താങ്ക് യു. നവനീത് യോഗയാണോ ശരിക്കും ഇതിന്റെ ബേസ്? ആ, ഞാൻ യോഗ ചെയ്യുന്നുണ്ട്. ഞാൻ എത്ര വർഷമായി യോഗ ചെയ്യാൻ തുടങ്ങിയിട്ട്? അധികം വർഷമായില്ല, ഒരു 2 വർഷമൊക്കെ ആയി. ഞാൻ ഡാൻസ് പഠിക്കുന്നുണ്ട് ചെറുപ്പം തൊട്ട്. അപ്പം ഒരു 10 വർഷമായിട്ട് ഡാൻസ് പഠിക്കുന്നുണ്ട്. ഏത് തരത്തിലുള്ള ഡാൻസ് പഠിക്കുന്നത്? വെസ്റ്റേൺ ഡാൻസ്. വെസ്റ്റേൺ ആണ്. ഓക്കെ. എന്നിട്ട് ഇങ്ങനെ ഒരു ഇതിലേക്ക് വരാൻ തോന്നിയത് എന്തുകൊണ്ടാണ്? വീട്ടിൽ ലോക്ക്ഡൗൺ ഇതൊക്കെ ആയപ്പം ഞാൻ ഈ യൂട്യൂബിലും ഓൺലൈനിലൊക്കെ ഇങ്ങനെ ഓരോന്ന് കണ്ടു. അപ്പം എനിക്കത് പഠിക്കണം ഭയങ്കര ആഗ്രഹമാണ്. അങ്ങനെ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് സ്വന്തം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഇപ്പോൾ കോമ്പറ്റീഷനൊക്കെ പോവും അങ്ങനെ. അപ്പം ഒരു നാഷണൽ 3rd പൊസിഷൻ കിട്ടി. ഞാൻ കോഴിക്കോട് കൊയിലാണ്ടിക്കട്ടിൽ ചെങ്ങോട്ടുകാവ്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഞാൻ കേന്ദ്രീയ വിദ്യാലയം. ആ വരവൊക്കെ ഉണ്ടല്ലോ, ആ കൊറിയോഗ്രാഫിയൊക്കെ നന്നായിരുന്നു. ആ നടന്ന് വന്ന് തിരിച്ച് നടന്ന് പോകുന്ന എല്ലാവർക്കും അതിനകത്ത് തന്നെ നിന്ന് ഫ്ലൈങ് കിസ് കൊടുത്തു. നമുക്ക് നേരെ നിന്നൊരു കിസ് കൊടുത്തിട്ട് അതിന്റെ ബുദ്ധിമുട്ട് ഫ്ലൈങ് കിസ്. അപ്പം 4 കാലം മലന്ന് പോയിട്ട് കിസ് കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ അത്ര ചെറിയ കാര്യമല്ല. അത് ആ ഒരു ഏരിയയ്ക്ക് ഭയങ്കര രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവൻ ഇതിന് ആശംസകൾ. താങ്ക് യു. സ്വന്തമായിട്ടാണോ കൊറിയോഗ്രാഫി ചെയ്തത്? ആ, കൊറിയോഗ്രാഫി സ്വന്തമായിട്ട്. സൂപ്പർ. യെസ് ബാലചേട്ടാ. 2 രീതിയിലെ കാര്യങ്ങളുണ്ട് നമുക്ക് இருக்கிற ടാലൻറ്റ്. ഒന്ന് പഠിച്ച് നേടണം, இன்னொன்று ബ്ലഡിൽ ഇരിക്കുന്നത് ഇംപ്രൂവൈസ് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് കിട്ടും. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നിൻ്റെ ശരീരത്തിൽ തന്നെ നീ ജനിച്ചപ്പോൾ തന്നെ നിൻ്റെ ചോരയില ഉണ്ട് ഈ കഴിവ്. അത് ദൈവം നിനക്ക് തന്ന ബ്ലെസ്സിങ് ആണ്. അത് നീ ഇംപ്രൂവൈസ് ചെയ്താൽ മതി. എത്രത്തോളം ചെയ്യാൻ പറ്റുമ്പോൾ ചെയ്യും. അടുത്ത പ്രാവശ്യം ഈ സ്റ്റേജിൽ വരുമ്പോൾ 3rd അല്ല, നാഷണൽ 1st ആയിരിക്കണം കേട്ടോ. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഒരു 1 വീക്ക് ബിഫോർ എൻ്റെ ഓർഗനൈസേഷൻ LTGയിൽ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. ഒരു 2 കൊല്ലം മുമ്പ് ഒരു കാല് വയ്യാതെ ഒരു അച്ഛനുക്ക് ഒരു കട വെച്ച് കൊടുത്തിരുന്നു. അതിനു വേണ്ടിയാണ് ഞാൻ പോയപ്പോൾ അവരുടെ മകളുണ്ടായിരുന്നു. ഫുൾ മെഡലാണ് അവിടെ വീട്ടിൽ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ ചെറിയ പ്രായത്തിൽ എങ്ങനെ ഇത്രയും മെഡൽ, എന്താണ് ഈ ചെയ്യുന്നത്? ഞാൻ എല്ലാ സ്പോർട്സ് കാറ്റഗറിയിലും ജയിച്ചിരിക്കുകയാണ്. എല്ലാം പറഞ്ഞു, ശരി ഞാൻ എനിക്ക് ഹെൽപ്പ് ചെയ്താൽ നീ സ്പോർട്സിൽ വരുമോ എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും ജയിച്ച് കാണിക്കാൻ പറഞ്ഞു. ഒരാഴ്ച മുമ്പ് എൻ്റെ വീട്ടിൽ വന്ന് നാഷണൽ അടിച്ചു, നാഷണൽ 1st കൊക്കോയിൽ. ഇപ്പോൾ അടുത്ത് റണ്ണിങ് റേസിൽ അവൾ കമ്പീറ്റ് ചെയ്യാൻ പോകുന്നു. സോ നിങ്ങളെപ്പോലെ എനിക്കാണ് ബഹുമാനം. ഇപ്പോൾ നവനീതൊക്കെ ജയിച്ചു കഴിഞ്ഞാലല്ലേ
ഞങ്ങൾക്കാണ് ഭയങ്കര സന്തോഷവും ബഹുമാനവും. ബഹുമാനമല്ല, അത് അഭിമാനം. അഭിമാനം. ആ, ഓക്കെ, yeah. ഇത് മനസ്സിലായി. മനസ്സിലായി. വിൽ ബി വെരി പ്രൗഡ്. സോ ജയിച്ച് കാണിക്ക്. ഈ വേദി അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി നിനക്ക്, എക്സ്പോഷർ നിനക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ദൈവം നോക്കിക്കോളൂ. ഈ വാക്കുകളൊക്കെ അതുപോലെ തന്നെ സംഭവിക്കട്ടെ കേട്ടോ. ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പം മുന്നോട്ടേക്ക് ഇതുപോലെ തന്നെ ഉരുണ്ടും ചെരിഞ്ഞും വളഞ്ഞും മുളഞ്ഞും ഒക്കെ പോവാം. ഓക്കെ, അപ്പൊ എന്തായാലും ഗിഫ്റ്റ് വേണ്ടേ? ഞങ്ങൾക്ക് നേരെ വന്നെങ്കിൽ ഗിഫ്റ്റ് തരാൻ പറ്റുള്ളൂ. ഓക്കെ ബാലചേട്ടാ, നമുക്ക് ഗിഫ്റ്റും കൂടെ കൊടുക്കാൻ അഭിനയത്തിന്. നവനീത്, 2 അടിപൊളി സമ്മാനങ്ങളാണ് കിട്ടുന്നത്. ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് നൽകുന്ന സമ്മാനം, അതോടൊപ്പം തന്നെ ലണ്ടൻ ക്ലാസിക് നൽകുന്ന അടിപൊളി സമ്മാനം. സന്തോഷമായില്ലേ? അപ്പൊ എന്തായാലും കീപ് റോക്കിംഗ്. താങ്ക് യു സോ മച്ച്. വിത്ത് ദിസ് എന്തായാലും പ്രേക്ഷകരെ ഒരു ചെറിയ ബ്രേക്കിന് പോവാണ്. സ്റ്റേ ട്യൂൺ. ദിസ് ഇസ് ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് കോമഡി മാസ്റ്റേഴ്സ് ടേക്കിംഗ് എ സ്മോൾ ബ്രേക്ക്. ഹലോ, വന്നില്ലടാ, വരുമ്പം വിളിക്കാം. വെച്ചോ. ഹലോ, വന്നില്ല, വരുമ്പോ വിളിച്ചോളാം. വെച്ചോ കേട്ടോ. അതെയോ, ഇതേ ഒരു മരണ വീടാ. അല്ലാതെ ഈ ഉത്സവ പരമ്പര കിടന്ന് കൊമ്പ് കുന്തണ കിടന്ന് ഊതരുത്. പറഞ്ഞു മനസ്സിലായോ? ഞങ്ങൾ കൊമ്പൂതിയതല്ല, പിന്നെ അല്ല, ഞങ്ങൾ അച്ഛൻ മരിച്ചാൽ ഞങ്ങൾക്ക് അറിയണ്ടേ. പിന്നെ മനസ്സിലായി. എണീച്ചേ, എണീച്ചേ, ഒന്ന് എണീച്ചേ, അന്ന് എണീച്ചേ, എണീച്ചേ അവിടുന്ന്. അല്ല, പിന്നെ മര്യാദ വേണ്ടേ? നിങ്ങൾ ഇനി വന്നേ, ഒരു കാര്യം പറയട്ടെ. താറപ്പായി എത്രയും പെട്ടെന്ന് ഒരു കാര്യം ചെയ്യും, കീറിക്കോ, എങ്ങനെ വേണേന്ന് കീറിക്കോ. അല്ല ഞാൻ എന്താ ചെയ്യാനാ? മരണ വീടായി പോയില്ലയോ? മുരളി, കരയാതടാ, മരിച്ചവരോ മരിച്ചു പോട്ടെ. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നല്ലാതെ. നിങ്ങൾ ഈ സംഭവം എങ്ങനെ അറിഞ്ഞേ? സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു പറഞ്ഞതാ. റെയിൽവേ സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞാണെങ്കിലേ ട്രെയിനിന് തലവെച്ചായിരിക്കും. അല്ലാതെ പിന്നെ മരിക്കാൻ ചാൻസ് ഇല്ലല്ലോ. റെയിൽവേ സ്റ്റേഷനിലല്ലോ, പിന്നെ പോലീസ് സ്റ്റേഷൻ SI വിളിച്ചു പറഞ്ഞാ. അല്ലെ പോലീസ് സ്റ്റേഷൻ എന്തോ വിളിച്ചു പറഞ്ഞേ? SI വിളിച്ചു പറഞ്ഞു, നിങ്ങൾ അച്ഛൻ ഒരു കടും കൈ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ആരും വിഷമിക്കണ്ട, ഉടനെ വീട്ടിലോട്ട് വരുമെന്ന്. മനോര ഉടനെ ഒന്നും കൊണ്ടുവരൂല. ഇതിപ്പോ സ്വാഭാവിക മരണമല്ല, ആത്മഹത്യയാണ്. ഇപ്പൊ പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്ത് വെട്ടിക്കീറിട്ടൊക്കെ എണ്ണ കൊണ്ടുവരും. പറയല്ലേ, പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റും, വെട്ടിക്കീറാതെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അതെ, അകലെ ആരെങ്കിലും വരാനുണ്ടോ? കവലേന്ന് ആരും വരാനില്ല. കവലേന്നല്ല, അകലേന്ന് ദൂരെ ആരെങ്കിലും വരാനുണ്ടോന്നാ ചോദിച്ചത്. ദൂരം അച്ഛന്റെ പെങ്ങടെ ഒരു മോള് ബോംബെയിലുണ്ട്, അവര് വരാനുണ്ട്. വേറെ ആരും ഇങ്ങോട്ട് വരാനില്ല, എല്ലാരും ആട്ടോ പിണങ്ങിയിരിക്കുക. അപ്പൊ മൊബൈല് വേണ്ടി വരും. മൊബൈൽ വേണ്ടി വരും. ആരെയാന്ന് വെച്ചാ വിളിച്ചോ. മൊബൈൽ വേണമെന്ന് പറഞ്ഞു. ജഡോ അതല്ല, മൊബൈൽ മോർച്ചർ വേണ്ടേ? ജഡോ ഇവിടെ കിടക്കല്ലേ, ദൂരെ ആൾക്കാർ വരണ്ടേ? ഞാൻ ആ മെമ്പർ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഈ മെമ്പർ മൊബൈൽ മോർച്ചിന്റെ കാര്യം എന്റെ അടുത്ത് പറഞ്ഞു കൊണ്ടുവരാന്ന് ഏർപ്പാടാക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു വോട്ട് പിടിക്കാൻ മാത്രമേ കാണത്തുള്ളൂ. മെമ്പറെ കേറി വാ, വരി വരി വരി. മെമ്പർ സൂക്ഷിച്ച് 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 ഒന്ന് സഹായിക്കും. ആ സൈഡ്, ഈ സൈഡ്. ഒന്നുമില്ല, നിങ്ങൾ പേടിക്കണ്ട. എന്റെ അച്ഛൻ ആവിയായി പോയേ, എന്റെ അച്ഛൻ ആവിയായി പോയി, ഇതിനകത്ത് കാണാനില്ല. ഇത് ആവിയായത് പുട്ടുകടല്ലേ കൊണ്ടുവച്ചേക്കണം, ഫ്രീസറാണ്, മനസ്സിലായോ? ഇത് മരിച്ചു കഴിയുമ്പോ ഇതിനകത്ത് ബോഡി വെച്ചിട്ട് ഇത് തണുപ്പിച്ച് വെക്കാനുള്ള സാധനമാണ്. അതാണോ? പിന്നെ നമ്മൾ ഈ സാധനം കൊണ്ടുവന്നില്ലേ ഇത്? ഇതിനകത്ത് ഞാൻ നിറച്ച് വെക്കാൻ ഐസ് കട്ടൊക്കെ ഞാൻ എവിടെ പോകുമ്പോ വേറെ. നീ മോനെ അവിടെ പോയിരുന്ന് കരഞ്ഞോ, കരഞ്ഞോ. അതെ, ഇന്ന് വന്നേ. എന്തോ പ്രഭാകരൻ, ഞാൻ സത്യം പറഞ്ഞ ഈ കേസ് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അറിഞ്ഞില്ലായിരുന്നു? ഇല്ല ഇല്ല. അവന്റെ അച്ഛൻ മരിച്ചു പോയത് അറിഞ്ഞില്ലേ? അല്ല, അത് ഞാൻ അറിഞ്ഞു. അല്ല പിന്നെ അറിഞ്ഞില്ലെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നേരത്തെ ഞാൻ അറിഞ്ഞില്ല. ചാവുന്നതിനപ്പം അങ്ങനെ ആരും അറിയത്തില്ലല്ലോ. ചേട്ടാ, ഒരു പഞ്ചായത്ത് മെമ്പർ ഒരു വീട്ടിൽ കയറി വരുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കണം, ആദ്യം ചോദിക്കണം. ഞാൻ അറിഞ്ഞില്ലായിരുന്നല്ലേ. അങ്ങനെ മരണ വീട്ടിൽ തമാശ പറയാനുള്ളതാണോ മരണ വീടെന്ന് പറയുന്നത്? നീ എന്നാ പഞ്ചായത്ത് പ്രസിഡന്റ് കളിയാ, ഞാൻ പോവാം. അല്ല, എന്തോ മെമ്പർ അങ്ങനെ പറഞ്ഞിട്ട് പോകാൻ. മെമ്പർ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ നാട്ടുകാരിലൂടെ വോട്ടൊന്ന് വിജയിപ്പിച്ചത് അങ്ങനെ അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്ന കാര്യമല്ല കേട്ടോ. നാട്ടിൽ വരുന്ന ഏതെങ്കിലും ഒരു കാര്യം മെമ്പർ അറിയണം. നിനക്കേ, ഞാൻ പഞ്ചായത്തിൽ ഒരു 4 മുട്ടക്കോഴി അനുവദിച്ചിട്ടുണ്ട്. എന്നാ കിട്ടുന്നേ? അത് ക്യാൻസൽ. നിനക്കില്ല. മുരളി, സത്യം പറ, എന്താ സംഭവിച്ചത്? അച്ഛൻ അങ്ങനെ ഒരു കടുങ്ക ചെയ്യാനുള്ള കാരണം എന്താ?
അച്ഛൻ്റെ ഏറ്റവും ഇഷ്ടം കടും കാപ്പിയും കടും ചായയും കടും പായസമായിരുന്നു. അന്നേരം എനിക്കറിയാം എന്തായാലും കടുക്കായി ചെയ്യുമെന്ന്. കരയാതെ എന്തായാലും എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മനോഹര, ചിരിക്കാതെ കാര്യം പറ. മെമ്പർ ഒന്ന് നിൽക്കുക. നിങ്ങൾ അച്ഛൻ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു അച്ഛനുമായിട്ട്? അയ്യോ, അച്ഛന് ഞാനും ഇവനും കല്യാണം കഴിക്കണമെന്ന് ഭയങ്കര താല്പര്യമായിരുന്നു. ഞങ്ങൾ അതിന് സമ്മതിക്കാത്തോണ്ടാണ് അച്ഛൻ ഈ കടുക്കൈ ചെയ്തത്. ഈ കേസ് എന്നോട് ഈ പുള്ളി പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള. നിങ്ങളുടെ ഭാര്യ വെച്ചിട്ട് 10-15 വർഷമായല്ലോ. ഈ വീട്ടിലൊരു പെന്തരിയില്ലല്ലോ. പുള്ളി ഒരു കല്യാണം കഴിക്കുന്ന ഈ 2 മുതുക്കന്മാരോടും പറഞ്ഞു, അവര് കേട്ടില്ല. ആവശ്യമില്ല ചെയ്യാനാണെന്ന് പറ. വയസ്സാങ്കാലത്ത് ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ചു കൊടുക്കാൻ, മരിക്കുമ്പോ തലക്കിരുന്ന് കരയാൻ ഒരു പെന്തരി ഒരു വീട്ടിൽ വേണ്ടേ? തലക്കിരുന്ന് കരയേണ്ട കാര്യമില്ലല്ലോ, തലക്കിരുന്ന് എരിഞ്ഞാൽ മതിയല്ലോ ചന്ദനത്തിന്. അതാണ്. അപ്പൊ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അപ്പൊ ഈ പഞ്ചായത്തിൽ ആകെപ്പാട് ഒരു മോർച്ചറിയേ ഉള്ളൂ. മനസ്സിലായി? ഇത് എവിടെയും കൊണ്ട് വെക്കാൻ ഇതേ ഉള്ളൂ. ഇത് എല്ലായിടത്തും കൊണ്ട് വെച്ച് ഇതിന് കംപ്ലൈന്റ് ആണ്. എന്ത് കംപ്ലൈന്റ്? ഇവിടെ തൊട്ടാ ഇറത്തുണ്ട്. എവിടെ തൊട്ടാലും ഇവിടെ. ദൈവമേ, ആരാണ് ഈ ബോഡി കൊണ്ടുവെക്കണ മുമ്പത്തെ പ്ലഗ് കുത്തിയത്? ഞാനാ മെമ്പറെ. 101-ാമത്തെ വീട്ടിലാണ് ഈ സാധനം കൊണ്ടുവെക്കുന്നത്. ഈടാ, നിന്റെ പഞ്ചായത്ത് മെമ്പർ ഇല്ലടാ, നിനക്കറിഞ്ഞോടാ ഇവിടെ തൊട്ട കണ്ടടിക്കുന്നത്. എന്നല്ല ഞാൻ പറഞ്ഞു കാണിച്ചത്. ഇവിടെ തൊട്ട അതെ. ഇനിയിപ്പോ വേറെ ആൾക്കാരൊക്കെ ഇപ്പൊ വരുമ്പോഴത്തേന് ബോഡി എന്തെല്ലാത്തില്ല. അപ്പൊ ആൾക്കാർ വരുമ്പോഴത്തേന് ആരാന്ന് ചോദിക്കത്തില്ലേ? അപ്പൊ നമുക്ക് മൊബൈൽ മോർച്ചയുടെ ഫ്രണ്ട് ഇവിടെ ഫോട്ടോ വെക്കണ്ടേ? അത് വേണം. ഒരു മരിച്ച വീട്ടിൽ എന്തായാലും ഈ മരണം കഴിയുന്ന ഒരു ചടങ്ങിന് ഒരു ഫോട്ടോ വെക്കണം. അയാൾ ഈ സ്റ്റുഡിയോയിലൊക്കെ വന്ന് ഫോട്ടോ എടുക്കുമോ? ഇനി ഇപ്പൊ മരിച്ചു പോയില്ലേ? അച്ഛന്റെ ഫോട്ടോ എവിടെ? അച്ഛന്റെ ഫോട്ടോ വെക്കുന്നത്? അച്ഛന്റെ ഫോട്ടോ അവിടെ തലക്കിൽ വെച്ചാൽ മതിയോ? ഇവിടാണോ? ഇതിന് മാത്രം പോയിട്ട് കരയേണ്ട കാര്യമുണ്ടോ? മരണം ഇവിടെ അല്ലേ, ഗാനമേളയാണോ ഇവിടെ നടക്കുന്നത്? ഇതൊക്കെ പൊക്കെ കൊണ്ടുപോവാ. ഇത്രയും നേരം കേട്ടോണ്ടിരുന്നാണ് ഇവിടെ കറണ്ട് അടിക്കുമെന്ന്. കണ്ണൂരി പുറത്ത് വീഴും. മെമ്പറേ, ഇപ്പൊ എങ്ങനെ ഫോട്ടോക്ക് ഇപ്പൊ എങ്ങനെ? അത് ഈ നിങ്ങളുടെ അച്ഛന്റെ ഫോട്ടോ ഇവിടെ വല്ലതും ഇരിപ്പുണ്ടോ? ഒരൊറ്റ ഫോട്ടോ ഉള്ളൂ അച്ഛന്റെ. ആ ഒരൊറ്റ ഫോട്ടോ അച്ഛൻ്റെതായിട്ട് ഉള്ളൂ. അത് സഞ്ചയനം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എടുത്ത് വെക്കാം. അതൊരു കാര്യം ചെയ്യാം. ഇതെടുത്ത് നമുക്ക് അവിടെ അല്ല വെക്കണ്ട, എടുത്തോണ്ട് സൂക്ഷിക്കണം. ഒരു കാര്യം ചെയ്തോണ്ടിരിക്കുമ്പോ എന്നോടൊക്കെ എന്താ കാണിച്ചേ? നിങ്ങൾ കരഞ്ഞപ്പം എന്റെ കയ്യിൽ നിന്ന് അടിച്ചു. പഞ്ചായത്തിന്റെ നിനക്കറിയാവോ, ഞങ്ങൾ അച്ഛനെ ഇന്ന് വരെ ഞങ്ങൾ ഈർക്കിലെടുത്ത് നോവിച്ചിട്ടില്ല. അറിഞ്ഞോണ്ടല്ല. എന്റെ അമ്മ പോലും ഇതേപോലെ എന്റെ അച്ഛനെ പിച്ച് ചിന്തിട്ടില്ല. അച്ഛനെ നീ അല്ല അറിഞ്ഞോണ്ടല്ല. എവിടെയാണ് സൂക്ഷിച്ചു? മെമ്പർ ഒരു മര്യാദ കാണിക്കരുത്. അങ്ങനെ പറ്റണമല്ല. എങ്ങനെ പറ്റുന്നത്? മെമ്പർ ഇവിടുത്തെ മെമ്പറാണോ? എല്ലാ കാര്യവും നോക്കേണ്ടത് മെമ്പറാണോ? മെമ്പറെ ജഡത്തോട് ഫോട്ടോ ആയാലും അനാദരവ് കാണിക്കരുത്. ഇതിപ്പോ നമ്മൾ അറിഞ്ഞോണ്ടാണ്. ഞാനിപ്പോ അറിയാതെ ആ ഫോട്ടോ എടുത്തപ്പോ അവര് കരഞ്ഞപ്പോ താഴ്പോയല്ലേ. മനുഷ്യന് മോശമായി പോയി കേട്ടോ. നിങ്ങൾ എല്ലാരും കൂടെ എന്നെ കുറ്റപ്പെടുത്തില്ല. കുറ്റപ്പെടുത്തിയ കാര്യം പറഞ്ഞു. വീട്ടിൽ സഹകരിക്കാനാണ് ഞാൻ. പഞ്ചായത്തിന്റെ അധികാരി നിലയ്ക്ക് എനിക്കത് ചോദിക്കാനുള്ള ഒരു അധികാരമുണ്ട്. അതുകൊണ്ട് ചോദിച്ചത് മാത്രമേ ഉള്ളൂ. മിക്കവാറും ചന്തിക്ക് 4 സ്റ്റിച്ച് ഇടേണ്ടി വരും. മാത്രമായി ചിലപ്പോ മോർച്ചയിൽ കയറ്റേണ്ടിയും വരും. അറിഞ്ഞില്ല. അതാണ് ഇതിൽ വെച്ച് എനിക്കൊരു കാര്യം മനസ്സിലായി. എന്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തതല്ല. ഈ പന്ന മെമ്പറിന്റെ വോട്ട് ചെയ്തോണ്ട് ഇവ കൊന്നതാണ്. എന്റെ അച്ഛൻ ഇവ കൊന്നതാണ്. അല്ലല്ല, കൊന്നതാണ്. ദേവി ഇത് കരയില്ല. നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കല്ലേ. ആംബുലൻസ് കയറി വരട്ടെ. ആംബുലൻസ് വരട്ടെ. അത് ആംബുലൻസ് കോപ്പൊന്നുമല്ല. ബോംബെയിലുള്ള എന്റെ അമ്മാവന്റെ മോളാ. നിങ്ങളാണ് എന്റെ അമ്മാവനെ കൊന്നത്. അല്ല അങ്ങനെ ഇല്ലാത്ത കാര്യം പറഞ്ഞോണ്ടാക്കല്ലേ. ആ പുള്ളി അങ്ങോട്ട് രാവിലെ പോയി വിഷം കഴിച്ചാണല്ലോ. അതല്ല, നിങ്ങൾക്ക് രണ്ടുപേർക്കും എത്ര കാലം കൊണ്ട് അമ്മ ഒരു കല്യാണം കഴിക്കാൻ പറയണ്? അമ്മായി മരിച്ചിട്ട് 10-15 കൊല്ലമായി. ഇതുവരെ നിങ്ങൾ അത് ചെയ്തില്ലല്ലേ. ഇപ്പൊ ആ മനുഷ്യനെ കൊണ്ട് കൊല്ലാക്കൊല ചെയ്തപ്പോ സമാധാനമില്ലേ?
ഇനിയിപ്പോ നമ്മൾ അതും പറഞ്ഞിട്ട് കാര്യമില്ല, സംഭവിക്കാനുള്ള സംഭവിച്ചു. ഇനിയിപ്പോ നമ്മൾ കാര്യങ്ങൾ നടക്കുക. ആ പോലീസ് വന്നിട്ടുള്ള പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കൊണ്ടുവന്ന കേട്ടോ. അതെ, ഇവിടുത്തെ മക്കളാരാ? നിങ്ങൾ കണ്ടുവല്ലേ നിങ്ങളുടെ അച്ഛന്റെ കാര്യം. പറയട്ടെ, ഞാനൊന്ന് പറയട്ടെ. അതായത് നിങ്ങളുടെ അച്ഛൻ ഒരു കാര്യം മനുഷ്യൻ പറയാൻ സമ്മതിക്കത്തില്ലേ? അതല്ല, ഇവിടെ ഞാനും കയറി വന്നപ്പോ എന്ത് കാര്യത്തിനാണ് നിങ്ങൾ ഈ വീട്ടിൽ കൊണ്ട് ഈ മൊബൈൽ മോർച്ചറിയൊക്കെ വെച്ചത്? സാറേ അതിനകത്ത് ഇവിടെ ഇപ്പൊ എന്തിനാ ഇതിന്റെ ആവശ്യം? അല്ല, ഇവിടെ ഈ സംഭവ സ്ഥലത്തേക്ക് അകലേന്ന് കുറച്ച് ആൾക്കാർ വരാനുണ്ടേ. ഇനിയിപ്പോ അകലേന്നും അടുത്തുനിന്നും ആരും വന്നിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ മക്കൾ രണ്ടുപേരെ ശ്രദ്ധിക്കാഞ്ഞുകൊണ്ടല്ലേ അപ്പനെ കടുകൈ ചെയ്തത്? അതിന് ആത്മഹത്യ ഒരു പരിഹാരം അല്ലല്ലോ. ഇവിടെ ആര് ആത്മഹത്യ ചെയ്തെന്ന് ആര് പറഞ്ഞു? അത് സാറിന്റെ സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞത് കടുകൈ ചെയ്തെന്ന്. ഇവിടെ ആത്മഹത്യയാണോ കടുകൈ? പിന്നെ കടുകൈ എന്ന് പറഞ്ഞോണ്ട് നിങ്ങൾ എല്ലാവരും കൂടെ എങ്ങനെ എങ്ങോ കൊന്ന് ആത്മഹത്യ ആക്കി തീർത്തു. ഇതൊന്നും അല്ല സംഭവം. അവരിറങ്ങി വരാൻ പറഞ്ഞു. എന്തെങ്കിലും പറയുമ്പോഴത്തേനും എന്തെങ്കിലും അങ്ങ് കേട്ടിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് മൊബൈൽ മോർച്ചിലേക്ക് കൊണ്ടുപോയി വെച്ചത് എന്ത് പരിപാടിയത്? അച്ഛൻ എന്താ കാണിച്ചു വെച്ചിരിക്കുന്നത്? നിനക്ക് കണ്ടിട്ട് മനസ്സിലായില്ലേ? എന്റെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ തടിമാടന്മാരെ പോലെ ഞങ്ങൾ രണ്ടു മക്കൾ കല്യാണം കഴിയാതെ നിൽക്കുമ്പോ നിങ്ങൾക്ക് നാണം ഉണ്ടാ മനുഷ്യ? ഒരു പെണ്ണും കെട്ടിക്കൊണ്ട് ഈ വീട്ടിലോട്ട് വരാൻ അച്ഛന് ബോധമുണ്ടോ? അച്ഛൻ ഒന്നാമത് ഇത് അച്ഛൻ മരിച്ചു കിടക്കുന്ന വീടാണ്. ഈ വീട്ടിൽ അച്ഛൻ ഒരു പെണ്ണെ കൊണ്ട് വിളിച്ചോണ്ട് വരാൻ ബോധമുണ്ടോ അച്ഛന്? എന്നാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇതൊരു മരണം നടന്ന വീടാണ്. ഇവിടെ ആൾക്കാർ കാറും കൂവും ബഹളമായിട്ട് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് ഈ വീട്ടിലേക്ക് കയറി വന്നത് എന്തായാലും ശരിയായില്ല. അതിനിവിടെ ആര് മരിച്ചെന്നാണ്? ശങ്കരൻ മാമ മരിച്ചുപോയി. ഞാനല്ലേ ഈ നെടുപടി പോലെ അവിടെ നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ മരിച്ചിട്ടില്ലേ? എവിടെ? അപ്പൊ നിങ്ങൾ കടുങ്കൈ ചെയ്തെന്ന് പറഞ്ഞല്ലേ ഈ പോലീസുകാരെ വിളിച്ച് പറഞ്ഞത്? അപ്പൊ നിങ്ങൾ മരിച്ചിട്ടില്ല? ഇല്ല. അങ്ങനെ പറ. അന്നേ എന്നാലും ഈ സമയത്ത് ഇപ്പൊ ഒരു കല്യാണം കഴിക്കേണ്ട കാര്യമുണ്ടോ? എന്ന മെമ്പറെ ഞാൻ പറഞ്ഞുതരാം. യവന്മാരെന്നെ കല്യാണം കഴിക്കാനായിട്ട് എത്ര നാളായിട്ട് പറയണമെന്നറിയാമോ? യവന്മാരത് കേൾക്കാത്തത് കൊണ്ടാണ് എവിടെ കെട്ടിക്കൊണ്ട് ഞാനിവിടെ വന്നത്. എന്നാലും അതിന്റെ ആവശ്യം ഉണ്ടോയെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്റെ മെമ്പറെ, ഈ വയസ്സാ കാലത്തെത്തി വെള്ളം അനത്തി തരാൻ ഒരു പെൺതരി വേണ്ടായോ? അതിനൊരു ഹീറ്റർ മേടിച്ച് വെച്ചാ പോരെ? പെൺതരിയുടെ ആവശ്യമുണ്ടോ? പിന്നെ ഈ വയസ്സായി കെട്ടിക്കൊണ്ടുവന്ന എല്ലാ കിളവന്മാരോടും നമ്മൾ ചോദിക്കും എന്തിനാ ഈ വയസ്സാങ്കാലത്ത് കല്യാണം കഴിച്ചത്? അപ്പൊ അവര് പറയാണ് വയസ്സാങ്കാലത്ത് ഇച്ചിരി ചൂടുവെള്ളം തിളപ്പിച്ചു തരണ്ടെന്ന്. ഈ കിളവന്മാരൊക്കെ ഇതിന് മാത്രം ചൂടുവെള്ളം തിളപ്പിച്ചു എവിടെ കുത്തി കേട്ടതാവേ? ഈ പെണ്ണിനെ പെണ്ണ് തന്നെ വേണ്ടായേ? അപ്പൊ ഒരു കാര്യം ചെയ്യും. ഇനിയിപ്പോ നിന്ന് സമയം കളയണ്ട. രണ്ട് മക്കളുടെ കാലത്തോട്ട് അനുഗ്രഹം മാറ്റി ഞാൻ അകത്തോട്ട് കയറിയാട്ടെ. അതെങ്ങനെ ശരിയാവും? എങ്ങനെ ശരിയാവും? അച്ഛൻ മക്കളുടെ കാലത്തോടെ മക്കളല്ലേ അച്ഛന്റെ കാലത്തോടെ? അതൊക്കെ സംഭവം ശരി തന്നെ. പക്ഷെ അച്ഛനും ഭാര്യയായിട്ടില്ല ഇവിടെ താമസിക്കാൻ പോന്നെ. അപ്പൊ അവരുടെ അനുവാദം വേണമല്ലോ, അവരുടെ അനുഗ്രഹം വേണമല്ലോ. സമയം കളയണ്ട, കാലത്തോട്ട് വന്ന് ചേട്ടെ. ഞാൻ പറയില്ലേ എന്റെ ജീവിതം കയറി നശിപ്പിച്ച മെമ്പറെ നശിപ്പിച്ച് എന്നാണ് നിങ്ങളെ രണ്ടുപേരെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ അച്ഛൻ ചെയ്തു. അച്ഛനൊരു കല്യാണം കഴിച്ചു. അവര് സന്തോഷിക്കല്ലേ? സന്തോഷിക്കും. കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ നിർബന്ധപ്രകാരം ഞാൻ ഒരു പെണ്ണ് കാണാൻ പോയി. അവക്ക് എന്നെ ഇഷ്ടപ്പെട്ട് എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടു. അവക്കെ കെട്ടിക്കൂടായിരുന്നു. എങ്ങനെ കെട്ടും? അവളെ തള്ളയും കെട്ടിക്കൊണ്ടല്ലേ ഇങ്ങനെ ഈ വീട്ടിലോട്ട് ഇപ്പൊ കയറി വന്നേക്കുന്നത്. എന്തായാലും വാഴയോ നനയുന്നില്ല. അപ്പൊ ഈ ചീരയെങ്കിലും നനയട്ടെന്ന് ഞാനൊക്കെ കരുതി. നിങ്ങളവര് ചീര Costume courtesy for Nadir Shah, London Classic Casual Shirts. Costume courtesy for Guinness Pakru, Max. Costume courtesy for Elena, Ladies Planet. Jewelry courtesy for Elena, Ladies Planet Rental Jewelry.